കഴുകാനുള്ള നല്ല മണവും ഗുണവും കട്ടിയും പതയും ഒക്കെ ഉള്ള ഒരു അടിപൊളി ലിക്വിഡിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ലിക്വിഡ് ഡിറ്റർജൻറ്റ് 25 ലിറ്ററാണ് നമ്മളിന്ന് മേക്ക് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മളിന്ന് മേക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് 25 ലിറ്റർ ലിക്വിഡ് ഡിറ്റർജൻറ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഐറ്റംസ് ആണ് നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ലിക്വിഡ് പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഐറ്റംസിനായിട്ട് ഞാൻ ഇവിടെ വെള്ളവും അതുപോലെ തന്നെ അതിലേക്കുള്ള കെമിക്കൽസൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കെമിക്കൽസിൻ്റെ മുകളിലൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ടാവും, അത് പ്രകാരമാണ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ 1-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഗ്ലൗസും അതുപോലെ തന്നെ മാസ്കൊക്കെ ധരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് മാറ്റി നിർത്തിയതിന് ശേഷം വേണം കേട്ടോ ഇതുപോലെ നമ്മൾ ലിക്വിഡുകളൊക്കെ കെമിക്കൽസ് പ്രോഡക്റ്റുകളൊക്കെ മേക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഗർഭിണികൾ അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് പരമാവധി ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യം 1-ാം നമ്പർ ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് അത് ലയിപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ 10 ലിറ്റർ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ 2-ാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് കിട്ടുമ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ 2-ാം നമ്പർ അത് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടും നമ്മൾ 10 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല പോലെ നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കണോട് കൂടി തന്നെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 3-ാം നമ്പറാണ് കേട്ടോ. 2.5 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ 3-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ല രീതിയിൽ അലിയിച്ചെടുക്കണം കേട്ടോ. അലിയാതെ നമ്മൾ ഈ മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് ഇത് അലിയിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ 10 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത 1-ാം നമ്പർ നമ്മൾ ആ 2-ാം നമ്പറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 2-ാം നമ്പർ 10 ലിറ്ററിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് 1-ാം നമ്പറൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ലിക്വിഡ് വാട്ടർ ആഡ് ചെയ്യണോട് കൂടിയിട്ട് മെയിൻ മിക്സിലേക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിങ് ഇതിൽ മസ്റ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മിക്സിങ് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ലിക്വിഡിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും കേട്ടോ. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 3-ാം നമ്പർ നമ്മൾ 2.5 ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് നമുക്ക് മെയിൻ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ 4-ാം നമ്പറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4-ാം നമ്പർ ഈ ലിക്വിഡൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ നമ്മൾ ഇളക്കി എല്ലാം നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടണം കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കളറാണ് കേട്ടോ. കളറൂടെ ആഡ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല ലിക്വിഡിൻ്റെ സ്മെല്ല് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ ലിക്വിഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബബിൾസ് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ നമുക്ക് ബോട്ടിൽസിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ ഞാനൊരു ഓവർനൈറ്റ് ഫുള്ള് വെച്ചിട്ട് ആണ് കേട്ടോ നമ്മൾ ലിക്വിഡ് ബോട്ടിൽസിലേക്ക് മാറ്റുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ബബിൾസൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡിൻ്റെ ക്വാളിറ്റി കണ്ടോ, നല്ല മണവും അതുപോലെ തന്നെ പതയൊക്കെ ഉള്ള ഒരു അടിപൊളി ലിക്വിഡാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്നിവിടെ മേക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ 5 ലിറ്ററിൻ്റെ ക്യാനുകളിലാണ് കേട്ടോ ആക്കുന്നത്. ടോട്ടൽ നമ്മളിപ്പോൾ ഇവിടെ 25 ലിറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ നമുക്കൊരു 5 ക്യാനോളം വരും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ക്യാനുകളിലേക്ക് മാറ്റാം. പുറത്തുനിന്നൊക്കെ നമുക്കൊരു 5 ലിറ്ററിൻ്റെ ക്യാൻ മേടിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡുകൾ വീട്ടിൽ തന്നെ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ കിറ്റുകൾ മേടിച്ചിട്ട് കേട്ടോ. അപ്പം നമുക്ക് 5 ലിറ്ററിൻ്റെ കിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 10 ലിറ്ററിൻ്റെ കിറ്റ് ഉണ്ട്, 25 ലിറ്ററിൻ്റെ കിറ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിലിനായിട്ടൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ 25 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 10 ലിറ്ററിൻ്റെ മേക്ക് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീട്ടിലേക്ക് ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് 5 ലിറ്ററിൻ്റെ വെച്ചിട്ട് മേടിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ലിക്വിഡുകളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്യാപ്പുകളൂടെ നമുക്ക് ഇട്ടിട്ട് ഇതിനെ ലാബിലൂടെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയേ പണി വരുന്നുള്ളൂ. അപ്പം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമുക്കുള്ള വരുമാനം വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും കേട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കേട്ടോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കിറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏത് കിറ്റാണ് 5 ലിറ്ററിൻ്റെ ആണോ 10 ലിറ്ററിൻ്റെ ആണോ 25 ലിറ്ററിൻ്റെ ആണോ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കിറ്റുകൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഡിഷ് വാഷ്, ഫ്ലോർ ക്ലീനർ, ഫിനോയിൽ, കംഫർട്ട് ഇതിൻ്റെ എല്ലാം കിറ്റുകൾ അവൈലബിൾ ആണ്. സോപ്പ് മേക്കിംഗ് കിറ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.